ഡോക്ടർ ജോർജ് പടനിലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയിലാണ് നാം. ബ്ലോഗ് എഴുത്തുകാർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തെ നൽകുന്നു എന്ന് പറയാറുണ്ട്. ഡോക്ടർ പടനിലവും തൻ്റെ ജീവിത ചിന്തകളെ എഴുത്തിലൂടെ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ ബ്ലോഗിനെ ആശ്രയിക്കുന്നു. അതെ, ബ്ലോഗ് ഡോക്ടറുടെ ആവിഷ്കാരത്തിനുള്ള ഒരു വലിയ വേദിയായി അദ്ദേഹം കാണുന്നു. പലപ്പോഴും മനുഷ്യ മനസ്സിനെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ ചിന്ത വളരെ ശ്രദ്ധാർത്ഥമാണ്. ഒരു സർജനാണ് എങ്കിലും പലപ്പോഴും ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ ഡോക്ടർ എഴുത്തിൻ്റെ ലോകത്ത് വ്യാപിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭിന്ന മനസ്സ് എന്ന ബ്ലോഗ് ഈ അടുത്ത കാലത്ത് എഴുതിയത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭിന്ന മനസ്സ് എന്ന ആ ബ്ലോഗിനെക്കുറിച്ചാകട്ടെ ഇന്നത്തെ ചിന്ത. ഡോക്ടർ, ഈ മനസ്സെന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. ഡോക്ടർ ഈ മനസ്സിനെ ഒരു കുരുക്ഷേത്രം എന്ന് വിശേഷിപ്പിക്കുന്നതായി കണ്ടു. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിയാണ്. നമുക്കറിയാം, പാണ്ഡവ കൗരവ യുദ്ധത്തിന് വേദിയായി തീർന്ന സ്ഥലമാണ് കുരുക്ഷേത്രം. മനുഷ്യ മനസ്സിൻ്റെ ഈ ഒരു ഭിന്ന അവസ്ഥയെ കുരുക്ഷേത്രം എന്നാണ് അങ്ങ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭിന്ന മനസ്സ് എന്ന ആ ഒരു ബ്ലോഗിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ടീച്ചറെ, നമ്മളെല്ലാവരും സമൂഹത്തിൽ ജീവിക്കാനായിട്ട് പരിശീലിപ്പിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും മനസ്സ് രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏക മനസ്സോടെ യൂണിഫൈഡ് മൈൻഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ വളരെ വിരളമാണ്. അത് വാസ്തവത്തിൽ പ്രായോഗികമല്ലെന്ന് തന്നെ പറയാം. ഉദാഹരണമായിട്ട് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ നമുക്കിഷ്ടമുള്ള ഒരു സാധനം നമ്മൾ കാണുന്നെന്ന് വിചാരിച്ചു, ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം, ഒരു പീസ് ഹൽവ ആണെന്ന് വിചാരിച്ചു. അത് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ അതിന് വലിയ മധുരമാണ്. എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞായിരുന്നു മധുരം അധികം കഴിക്കരുത്. എന്നാലും അത് കണ്ടിട്ട് എനിക്ക് കൊതി സഹിക്കാൻ വയ്യ. ഞാൻ ഏതായാലും സാരമില്ലെന്ന് ഒരു ചെറിയ പീസ് ഞാൻ കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് കഴിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മൾ കഴിച്ച് കഴിഞ്ഞൊരു കഷ്ടിച്ച് 1 മിനിറ്റ് പോലും കഴിയുന്നതിന് മുമ്പ് നമുക്കൊരു മനപ്രയാസം വരും. ഞാനത് ചെയ്യണ്ടായിരുന്നു. കാരണം വെച്ചാൽ ആ രുചി ആസ്വദിച്ച് കഴിഞ്ഞ് തീർന്ന ആ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ മനസ്സിലൊരു കുറ്റബോധം വരികയാണ്. ഞാനത് കഴിക്കരുതായിരുന്നു. ഞാൻ എത്രമാത്രം തീരുമാനിച്ചിരുന്ന ഇനി യാതൊരു കാരണവശാലും അമിതമായിട്ട് ഞാൻ പഞ്ചസാര ഉപയോഗിക്കത്തില്ല, മധുരം ഉപയോഗിക്കത്തില്ല എന്നൊക്കെ എനിക്ക് എൻ്റെ ഷുഗർ കൺട്രോൾ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ചെയ്തില്ലെങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാമെന്ന് ഡോക്ടർ പ്രത്യേകം എന്നോട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഞാനത് ചെയ്തത് എന്തുകൊണ്ടാണ്? ഇനി ഞാൻ എന്നത് ചെയ്യേണ്ടത്? ഇനി മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കലുവായോ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ അവിടെ സ്ഥലം വിടുക, അത് മാത്രമേ ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. അങ്ങനെ ഈ മനസ്സിനുണ്ടാകുന്ന ആ പോരാട്ടം അതാണ്. അതായത് ചെയ്യേണ്ടതും ചെയ്തതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അത് രണ്ടും തമ്മിൽ അങ്ങനെ ആ ഏക മനസ്സോടെ ചെയ്യുകയാണെങ്കിൽ തീരുമാനിച്ച് ഞാൻ മധുരം കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിക്കത്തില്ല, തീർന്നു, അതോടെ തീർന്നു. പക്ഷേ അതിനെതിരായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മനസ്സിലുണ്ടാകുന്ന ആ പോരാട്ടമാണ്. അതാണ് വാസ്തവത്തിൽ കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന നമ്മുടെ പ്രാരംഭ മാനസികാവസ്ഥ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെ പരിശുദ്ധവും നിർമ്മലവും, യാതൊരു വിധിക്കാതെ തെറ്റെന്നോ ശരിയെന്നോ ഒന്നും ചിന്തിക്കാത്ത ഒരു മനസ്സാണ്. ആ മനസ്സിനകത്ത് നല്ലത്, ചീത്ത, തെറ്റ്, ശരി എങ്ങനെയുള്ള ഈ ആശയങ്ങൾ, ഈ കൺസെപ്റ്റ്സ് പതുക്കെ ഇത് രൂപപ്പെട്ടു വന്നു. ആ രൂപപ്പെട്ടു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ വിധിക്കുന്നത്. അപ്പോൾ ആ വിധി കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഒരുതരം ഉപദ്രവിക്കുക, ടോർമെൻ്റ് ചെയ്യുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഭിന്ന മനസ്സ് ജീവിതത്തിൽ എല്ലാ തുറകളിലും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ തുറകളിലും കാണാൻ സാധിക്കും. കാരണം വെച്ചാൽ എപ്പോഴും ശരിയായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന മനുഷ്യർ വളരെ അപൂർവമാണ്. എന്തെങ്കിലും ചേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ മനസാക്ഷിക്കടി എന്ന് നമ്മളതിനെ പറയും, അല്ലെ പ്രിക്ക് ഓഫ് കോൺഷ്യൻസ് എന്ന് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ എന്ത് വാക്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതാണ് മനസ്സിനുണ്ടാകുന്ന ആ സംഘർഷം. അതായത് തെറ്റും ശരിയും തമ്മിലുള്ള ആ തെറ്റെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ മുന്നിൽ തെറ്റും ശരിയില്ല, നമ്മുടെ ഒരു വ്യാഖ്യാനം മാത്രമാണ്.
മനസ്സിലായി, നമ്മുടെ പഴയകാല അനുഭവങ്ങളിൽ നിന്നും നാം മെനഞ്ഞെടുത്ത ഒരു ആശയം മാത്രമാണ് തെറ്റെന്നോ ശരിയെന്നോ പറയുന്നത്. ഉദാഹരണമായിട്ട് ഇവിടെ ഞാൻ നാട്ടിൽ 28-ാമത്തെ വയസ്സിലാണ് അമേരിക്കയിലെത്തുന്നത്. ഇവിടെ ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ ഒന്നിച്ച് സംസാരിച്ചുകൂടാ, വിവാഹത്തിന് മുമ്പേ അവരൊന്നിച്ചൊരു സ്ഥലത്ത് ഒന്നിച്ചിരുന്നുകൂടാ എന്നൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ആണുങ്ങളും തമ്മിൽ അടുത്തിരുന്ന് സംസാരിക്കുന്നത് വളരെ മോശമായിട്ടൊരു ഹോമോസെക്ഷൽ എന്നാണ്. അത് വളരെ മറ്റുള്ള എല്ലാവരും ഇങ്ങനെ ഒന്ന് തുറിച്ചു നോക്കുമായിരുന്നു. അതേസമയം ഒരു പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അത് അക്സെപ്റ്റബിളാണ് എന്ന് പറഞ്ഞതുപോലെ അവിടെ അത് ശരിയായിരിക്കുന്നത് ഇവിടെ തെറ്റാണ്, ഇവിടെ തെറ്റായിരിക്കുന്നത് അവിടെ ശരിയാണ്. അപ്പോൾ ഈ തെറ്റും ശരിയും എന്നുള്ളത് നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ്. ഓരോ കാലത്തും നമ്മൾ എവിടെയാണ് ചെയ്യുന്നത്, എപ്പോഴാണ് ചെയ്യുന്നത്, ആരാണ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് തെറ്റും ശരിയും നമ്മൾ വിധിക്കുന്നത്. ഒരേ തെറ്റ് തന്നെ വീട്ടിൽ മൂത്ത കാരണവർക്ക് എന്തും ചെയ്യാം, പിള്ളേരെന്തെങ്കിലും ചെയ്താൽ തല്ലുകൊള്ളുമെന്ന് പറഞ്ഞതുപോലെയുള്ള സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ ആ തെറ്റും ശരി എന്നുള്ള ആ കൺസെപ്റ്റൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിരിക്കുന്നത് മൂലം ആണ് ഈ സംഘർഷം ഉണ്ടാകുന്നത്. അതാണ് കുരുക്ഷേത്ര യുദ്ധം. കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള ഒരു നല്ല കഥാരൂപത്തിലുള്ള ഒരു അവതരണമാണ് വാസ്തവത്തിൽ. അത് മനസ്സിലാക്കാനായിട്ട്, അതായത് നമ്മുടെ ദുഷ്പ്രവണതകളും നമ്മുടെ സൽപ്രവണതകളും തമ്മിലുണ്ടാകുന്ന ആ സംഘർഷം, അതാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ ഈ ഭിന്നിപ്പ് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുന്നത് വളരെ പ്രയോജനപ്രദമാകും. അത് ചെറുപ്പകാലത്ത് നമ്മുടെ പരിശീലനങ്ങളിൽ കൂടി ഉണ്ടായിട്ടുള്ളതാണ്. അതിന് ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാട്ടാനയെ എങ്ങനെയാണ് പരിശീലിപ്പിച്ച് ഒരു നാട്ടാനയാക്കി അതിനെ ഒരു അടിമയാക്കി നമ്മൾ പറയുന്നതെല്ലാം ചെയ്ത് എങ്ങനെ നമ്മളതിനെ പരിശീലിപ്പിച്ചെടുക്കുന്നു എന്നുള്ള ഉദാഹരണം ഉപയോഗിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നതെന്നും സമൂഹത്തിൽ ഉത്തമ പൗരന്മാരായിട്ട് ജീവിക്കാനായിട്ട് അവരെ നമ്മൾ മെരുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നും അതിൽ നിന്നുണ്ടാകുന്ന മാനസിക സംഘർഷം വിപുലമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മനസ്സ് ഒരു കുരുക്ഷേത്രം തന്നെയാണ്. തെറ്റും ശരിയും തമ്മിൽ സംഘർഷം നടത്തുന്ന ഒരിടം. നമ്മിൽ രൂഢമൂലമായിട്ടുള്ള ആ ഒരു കുറ്റബോധം, ചിന്തകൾ ഒക്കെ ഇവിടെയും സ്വാധീനം ചെലുത്തുന്നുണ്ട്. സത്യം എന്ത് എന്ന് സത്യത്തിൽ അറിഞ്ഞാൽ ഈ ഒരു മാനസിക സംഘർഷത്തെ ഒഴിവാക്കുവാൻ സാധിക്കും. സത്യത്തിൽ ഒരിക്കലും തെറ്റും ശരിയും എന്നൊന്നില്ല, ശരി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു ചിന്താഗതി തന്നെയാണ് ഡോക്ടർ തൻ്റെ ഈ ഭിന്ന മനസ്സ് എന്ന ഈ ഒരു ബ്ലോഗിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഇതുപോലെയുള്ള ഡോക്ടറിൻ്റെ പുതിയ ചിന്തകളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം.